ഈ 99-ലെ പ്രളയം തകർത്തെറിഞ്ഞത് വെള്ളക്കാർ പണിതുയർത്തിയ മൂന്നാർ പട്ടണത്തെയായിരുന്നു. റെയിൽ സംവിധാനം അപ്പാടെ തകർന്നു. നമ്മൾക്കറിയുന്നത് പോലെ ഇന്ന് നമ്മൾ ആലോചിച്ചാൽ ഇന്നും നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. എങ്ങനെയാണ് റെയിൽ സംവിധാനം ഈ ഇത്രയധികം 6000-ഓളം അടി ഉയരത്തിൽ നിൽക്കുന്ന ഒരു മലമുടിയിൽ കൊണ്ടുവന്നതെന്ന്. ഇംഗ്ലീഷ് മാതൃകയിൽ സൃഷ്ടിച്ച സ്വപ്ന നഗരമാണ് ദിവസങ്ങൾക്കുള്ളിൽ തകർന്ന് തരിപ്പണമായത്. എല്ലാം വെള്ളത്തിൽ ഒലിച്ചുപോയി. ആയിരത്തി 1924 ജൂലൈ മാസത്തിൽ ഇതുപോലെ കോരിച്ചൊരിയുന്ന മഴ ദിവസങ്ങളോളമാണ് നീണ്ടുനിന്നത്. പിന്നീടത് പ്രളയമായി മാറി. അന്നത്തെ മൂന്നാർ പൂർണ്ണമായും ഇല്ലാതായി. പിന്നീടാണ് എനിക്ക് പിന്നിൽ കാണുന്ന ഈ മൂന്നാർ രൂപപ്പെടുന്നത്. സമുദ്രനിരപ്പിൽ നിന്നും 6000 അടി ഉയരത്തിലുള്ള മൂന്നാറിനെ 99-ലെ പ്രളയം എങ്ങനെ ബാധിച്ചു എന്നത് പലരെയും അത്ഭുതപ്പെടുത്താറുണ്ട്. അന്ന് ആ ജൂലൈ മാസത്തിൽ പെയ്ത ശക്തമായ മഴയിൽ ഉരുൾപൊട്ടി വന്ന കല്ലും മരവും മാട്ടുപ്പെട്ടിയിലെ 2 മലകൾക്കിടയിൽ തടയണയായി മാറി. മഴ കനത്തപ്പോൾ അത് സ്വമേധയാ പൊട്ടി. പെരിയാറിന്റെ കൈവഴിയായ മുതിരപ്പുഴയാറിലുണ്ടായ വെള്ളപ്പൊക്കം പഴയ മൂന്നാർ പട്ടണത്തെ തകർത്തെറിഞ്ഞു. കുണ്ടളവാലി റെയിൽവേ സ്റ്റേഷൻ എന്നറിയപ്പെട്ടിരുന്ന മൂന്നാറിലെ നാരോ റെയിൽ പാത പൂർണ്ണമായും ഇല്ലാതായി. അന്നത്തെ കണ്ണദേവൻ കമ്പനിയിലെ മാനേജറായിരുന്ന AFF മാർട്ടിൻ്റെ ഭാര്യ വയലറ്റ് മാർട്ടിൻ എഴുതിയ ഒരു പുസ്തകം, അതിലൊരു ചാപ്റ്റർ 1924 സൈക്ലോൺ എന്ന് പറയുന്നൊരു ചാപ്റ്ററുണ്ട്. ആ ചാപ്റ്ററാണ് യഥാർത്ഥത്തിൽ മൂന്നാറിൻ്റെ 1924 പ്രളയത്തെക്കുറിച്ചുള്ള ഒരു നേർക്കാഴ്ച നൽകുന്നത്. ജൂലൈ 17-നായിരുന്നു മഴയുടെ തുടക്കം. 3 ആഴ്ചയോളം ഇടമുറിയാതെ പെയ്ത മഴ നിരവധി പേരുടെ സ്വപ്നങ്ങൾ തകർത്തു. സായിപ്പിന്റെ കണക്കിൽ ആ ജൂലൈ മാസം മാത്രം 485 സെന്റിമീറ്റർ മഴ പെയ്തു. വലിയ തോതിലുള്ള നഷ്ടമാണ് യഥാർത്ഥത്തിൽ ഈ 99-ലെ വെള്ളപ്പൊക്കം മൂന്നാറിന് വരുത്തിവെച്ചത്. അതോടൊപ്പം തന്നെ മൂന്നാറിൻ്റെ ഒരു പുനർജന്മം എന്ന് പറയുന്നതും ഈ 99-ലെ വെള്ളപ്പൊക്കം തന്നെയാണ്. കാരണം പുതിയ മൂന്നാർ നിർമ്മിക്കുന്ന യുദ്ധകാല അടിസ്ഥാനത്തിലാണ്. കൊല്ലവർഷം 1099 നടന്നതിനാലാണ് 99-ലെ പ്രളയമെന്ന് ഇതറിയപ്പെടുന്നത്. പ്രളയത്തിൽ എത്ര പേർ മരിച്ചു എന്നതിൽ കൃത്യമായ കണക്കുകളില്ല. മൃതശരീരങ്ങൾ പെരിയാറിലൂടെ ഒഴുകി അറബിക്കടലിലെത്തിയെന്നും പറയുന്നു. പ്രളയം മായ്ച്ചു കളഞ്ഞത് അതിരുകളും അടയാളങ്ങളും മാത്രമായിരുന്നില്ല, ചരിത്രത്തെ കൂടിയായിരുന്നു. കേരളത്തിന്റെ പല പ്രധാന ചരിത്രരേഖകൾ നശിച്ചുപോയത് ഈ പ്രളയകാലത്തെന്നാണ് കരുതപ്പെടുന്നത്. രാഹുൽ വിജയൻ, 24 ഇടുക്കി. ഈ പ്രളയം കണ്ട തലമുറ ഇല്ലാതായി കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഒരുപാട് രേഖകളും നശിച്ചു. ഈ 99-ൽ മൂന്നാറിലുണ്ടായ ഈ പ്രളയം മൂന്നാറിനെ മാത്രമല്ല മുക്കിക്കളഞ്ഞത്. എറണാകുളം, തൃശ്ശൂർ തുടങ്ങിയ ജില്ലകളും വെള്ളത്തിലായി. പെരിയാറിൽ ജലനിരപ്പ് വല്ലാതെ ഉയർന്നു. എത്രയോ മനുഷ്യർ മരണത്തിന് കീഴടങ്ങി. വെള്ളത്തിൽ ഒലിച്ചു പോയവരുടെ നമ്പറിന് കണക്കില്ല. ഇന്നൊക്കെ നമുക്ക് ആരെങ്കിലുമൊക്കെ മരിച്ചാൽ അവരെ കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും ആര് മരിച്ചു എന്നുള്ളൊരു കണക്കുകൾ സൂക്ഷിക്കാൻ കഴിയും. കണക്കില്ലാതെ മരിച്ചവരുടെ എണ്ണം വളരെ 99 വെള്ളപ്പൊക്കത്തിൽ കൂടുതലായിരുന്നു. ഈ ദിവസം നമ്മൾ അറിയാതെ ഓർത്തു പോകുന്നു. വലിയൊരു നഗരം, കണ്ണൻദേവൻ തേയില എസ്റ്റേറ്റുകളിലെ കൂട്ടിയിണക്കുന്ന റെയിൽ ഗതാഗതമൊക്കെ തകർത്തെറിഞ്ഞ ഒരു വലിയ വെള്ളപ്പൊക്കം, ടോപ്പ് സ്റ്റേഷൻ തകർത്തെറിഞ്ഞ വെള്ളപ്പൊക്കം. ഇപ്പോഴും മൂന്നാർ ടൗണിൽ പോകുമ്പോൾ അമ്പരപ്പോടെ മാത്രമേ നിങ്ങൾക്ക് ഈ വെള്ളപ്പൊക്കത്തെക്കുറിച്ച് ഓർമ്മിക്കാൻ കഴിയൂ.